ടിയിലെ സോഷ്യൽ സയൻസ് 9ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ഭൂമിയെ അറിയാൻ ഭൂപടങ്ങളും ആധുനിക സങ്കേതങ്ങളും എന്ന് പറയുന്ന ചാപ്റ്ററാണ് നോക്കാൻ പോകുന്നത്. ഒരു ഭൂപടങ്ങളെക്കുറിച്ചാണ് ഈ ചാപ്റ്ററിൽ പ്രധാനമായിട്ടും പറയുന്നത്. എന്തെല്ലാമാണ് ഇതിൽ പ്രധാനപ്പെട്ട പോയിന്റ്സ് എന്ന് നമുക്ക് നോക്കാം. ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് ഉള്ള ചാപ്റ്ററാണ്. അപ്പോൾ നോട്ട് എഴുതി മുന്നോട്ട് പോവുക. ഭൂപടങ്ങൾ നമ്മൾ ഏതൊക്കെ സന്ദർഭങ്ങളിലായാണ് പ്രയോജനപ്പെടുത്തുന്നത്? വിവിധ സന്ദർഭങ്ങളിൽ പ്രയോജനപ്പെടുത്തുന്നുണ്ട്. ഒരു സ്ഥലത്തിൻ്റെ സ്ഥാനം മനസ്സിലാക്കാൻ, അതുപോലെ ലക്ഷ്യസ്ഥാനത്തേക്കുള്ള വഴികൾ ശാസ്ത്രീയമായി കണ്ടെത്തുന്നതിന്, ഭൂപ്രകൃതി മനസ്സിലാക്കുന്നതിനെല്ലാം നമ്മൾ ഭൂപടങ്ങൾ പ്രയോജനപ്പെടുത്തുന്നുണ്ട്. ഇവിടെ ഒരു ലോക ഭൂപടത്തിൻ്റെയും ഒരു ഗ്ലോബിൻ്റെ ഒക്കെ ചിത്രം നൽകിയിട്ടുണ്ട്. ഇനി എന്താണ് ഭൂപടങ്ങൾ എന്ന് പറയുന്നത്? ഭൂമിയെ പൂർണ്ണമായോ ഭാഗികമായോ ഒരു പരന്ന പ്രതലത്തിൽ ചിത്രീകരിച്ചാണ് ഭൂപടങ്ങൾ നിർമ്മിക്കുന്നത്. ഇത്തരത്തിൽ ചിത്രീകരിച്ചിട്ടുള്ള പരന്ന പ്രതലങ്ങളെയാണ് നമ്മൾ ഭൂപടങ്ങൾ എന്ന് പറയുന്നത്. എന്താണ്? ഭൂമിയെ പൂർണ്ണമായോ ഭാഗികമായോ ഒരു പരന്ന പ്രതലത്തിൽ ചിത്രീകരിച്ചിട്ട് ഭൂപടങ്ങൾ നിർമ്മിക്കുന്നു. ഇത്തരത്തിൽ ചിത്രീകരിച്ചിട്ടുള്ള പരന്ന പ്രതലങ്ങളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഭൂപടങ്ങൾ എന്ന് പറയുന്നത്. ഇനി ആവശ്യങ്ങൾ വ്യത്യസ്തം, ഭൂപടങ്ങളും വ്യത്യസ്തം. വിവിധ ആവശ്യങ്ങൾക്കായിട്ട് നമ്മൾ ഭൂപടങ്ങൾ പ്രയോജനപ്പെടുത്തുന്നുണ്ട്. അതും ഒരേ ഭൂപടം തന്നെ അല്ല നമ്മൾ വ്യത്യസ്ത എല്ലാ ആവശ്യങ്ങൾക്കും വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. ഓരോ ആവശ്യങ്ങൾക്കും വ്യത്യസ്തപ്പെടുന്നതിനനുസരിച്ച് ഭൂപടങ്ങളും നമ്മൾ മാറി മാറി ഉപയോഗിക്കുന്നുണ്ട്. ഭൂപടങ്ങളെ പ്രധാനമായിട്ടും 2 ഘടകങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ തരംതിരിക്കുന്നത്. ഏതൊക്കെയാണ്? ഭൂപടങ്ങൾ നിറവേറ്റുന്ന ധർമ്മവും ഭൂപടങ്ങൾ തയ്യാറാക്കിയിരിക്കുന്ന അളവ് അഥവാ തോതിൻ്റെയും അടിസ്ഥാനത്തിൽ. ഇനി 2 ഘടകങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഭൂപടങ്ങളെ പ്രധാനമായിട്ടും തരംതിരിക്കുന്നത്. നമ്മൾ ഭൂപടങ്ങൾ നിറവേറ്റുന്ന ധർമ്മത്തിൻ്റെയും ഭൂപടങ്ങൾ തയ്യാറാക്കിയിരിക്കുന്ന അളവ് അഥവാ തോതിൻ്റെയും അടിസ്ഥാനത്തിൽ. ഇനി ഭൂപടങ്ങളുടെ ചരിത്രമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഭൂപട നിർമ്മാണത്തിൻ്റെ ചരിത്രം മനുഷ്യരാശിയുടെ ചരിത്രത്തോളം തന്നെ പഴക്കമുള്ളതാണ്. ആദിമ ഭൂപടങ്ങൾ കല്ലുകളിലും തടികളിലും കൊത്തി ഉണ്ടാക്കിയിട്ടുണ്ട്. മണ്ണിലും മൃഗത്തോലിലും തുണിയിലും അവ നിർമ്മിച്ചിട്ടുണ്ട്. അറിയപ്പെടുന്നതിൽ വെച്ച് ഏറ്റവും പഴക്കമുള്ള ഭൂപടം ഏതാണ്ട് BCE 2500 കാലഘട്ടത്തിൽ നിർമ്മിക്കപ്പെട്ടിട്ടുള്ളതാണെന്ന് കരുതപ്പെടുന്നു. മെസ്സപ്പൊട്ടോമിയയിലെ ഒരു കളിമൺ ഫലകത്തിൽ വരച്ച ഭൂപടമാണ് അത്. ഭൂമി ഉരുണ്ടതാണെന്ന് 2ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഗ്രീക്ക് ഭൗമശാസ്ത്രജ്ഞനായ ടോളമി വിശ്വസിച്ചിരുന്നു. അപ്പോൾ ഭൂമി ഉരുണ്ടതാണെന്ന് 2ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഗ്രീക്ക് ഭൗമശാസ്ത്രജ്ഞനായ ടോളമി വിശ്വസിച്ചിരുന്നു. അതനുസരിച്ച് ഒരു ഭൂപടം നിർമ്മിക്കാൻ ടോളമി ശ്രമിച്ചിരുന്നു. 1400കളുടെ അവസാനത്തിൽ ഒരു അറ്റ്ലസ് അച്ചടിച്ചു വരുന്നത് വരെ ടോളമിയുടെ ഭൂപടങ്ങളെക്കുറിച്ച് പുറം ലോകത്തിന് അറിവില്ലായിരുന്നു. അതിനുശേഷം അവ കൊളംബസ്, കാബട്ട്, മെഗല്ലൻ, ഡ്രേക്ക്, വെസ്പൂച്ചി എന്നീ നാവികർക്ക് ഭൂമിശാസ്ത്ര വിവരങ്ങളുടെ ഉറവിടമായിട്ട് ഇത് മാറി. ടോളമി നിർമ്മിച്ച ഭൂപടം. ഇന്നും ടോളമി നിർമ്മിച്ച ഭൂപടത്തിന് ആധുനിക ഭൂപടങ്ങളോട് ഒരുപാട് സാദൃശ്യമുണ്ട്. ഗ്രീക്ക്, അറബ് ഭൂമിശാസ്ത്രജ്ഞരാണ് ആധുനിക ഭൂപട നിർമ്മാണത്തിന് അടിത്തറ പാകിയത്. ആരൊക്കെയാണ്? ഗ്രീക്ക്, അറബ് ഭൂമിശാസ്ത്രജ്ഞരാണ് ആധുനിക ഭൂപട നിർമ്മാണത്തിന് അടിത്തറ പാകിയത്. അതിപുരാതന കാലം മുതൽക്ക് ഇന്ത്യയിലും ഭൂപടങ്ങൾ നിർമ്മിക്കാനുള്ള ശ്രമങ്ങളൊക്കെ നടന്നതായിട്ട് കരുതപ്പെടുന്നുണ്ട്. അത്രയാണ് ഇതിൻ്റെ ചരിത്രത്തെക്കുറിച്ച് പറയുന്നത്. ഓരോ ഭൂപടത്തിനും നമ്മൾ വ്യത്യസ്ത തലക്കെട്ടുകളാണ് കാണുന്നത്, അല്ലേ? ഓരോ ഭൂപടവും നിറവേറ്റുന്ന ധർമ്മത്തിനനുസരിച്ചാണ് അതിൻ്റെ തലക്കെട്ടിൽ മാറ്റം വരുന്നത്. ഇപ്പോൾ രാഷ്ട്രീയ ഭൂപടങ്ങളുണ്ട്, മണ്ണ് ഭൂപടങ്ങളുണ്ട്, ഗതാഗത ഭൂപടങ്ങളുണ്ട്, ഭൂപ്രകൃതി ഭൂപടം എന്നിങ്ങനെ തുടങ്ങി വ്യത്യസ്ത തരത്തിലുള്ള തലക്കെട്ടുകളിലുള്ള ഭൂപടങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ഇപ്പോൾ കേരളത്തിലെ രാഷ്ട്രീയ ഭൂപടം, അതിൽ നമുക്ക് കേരളത്തിലെ ജില്ലകളുടെ വിവരങ്ങളൊക്കെ നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും. ഇതുപോലെ ഒരു ഭൂഖണ്ഡത്തിൻ്റെയോ രാജ്യത്തിൻ്റെയോ സംസ്ഥാനത്തിൻ്റെയോ രാഷ്ട്രീയ ഭൂപടം നിരീക്ഷിച്ച് അവ പ്രദാനം ചെയ്യുന്ന വിവരങ്ങൾ പട്ടികപ്പെടുത്താനൊക്കെ ഇവിടെ പറയുന്നുണ്ട്. നിങ്ങൾക്കിപ്പോൾ എന്താണ് രാഷ്ട്രീയ ഭൂപടങ്ങളുടെ ധർമ്മം എന്ന് മനസ്സിലായില്ലേ? മണ്ണ് ഭൂപടമാകട്ടെ ഒരു പ്രദേശത്തിൻ്റെ വ്യത്യസ്ത തരം മണ്ണിനങ്ങളുടെ വിവരത്തെയാണ് നമുക്ക് പഠിക്കാൻ കഴിയും. അതിൽ നിന്ന് ഒരു പ്രദേശത്തിൻ്റെ വ്യത്യസ്ത തരം മണ്ണിനങ്ങളെ പറ്റിയുള്ള വിവരങ്ങൾ പ്രദാനം ചെയ്യുക എന്നാണ് മണ്ണ് ഭൂപടത്തിൻ്റെ ധർമ്മം എന്ന് പറയുന്നത്. എന്നാൽ ഇനി ഒരു ഭൂപ്രകൃതി ഭൂപടത്തിൻ്റെ ധർമ്മം എന്താണ്? ഭൂപടത്തിൻ്റെ ധർമ്മം അതിൻ്റെ ഉള്ളടക്കവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് നമ്മളിപ്പോൾ ഇതുവരെ പറഞ്ഞത് മനസ്സിലായി. അപ്പോൾ ഒരു ഭൂപ്രകൃതി ഭൂപടമാണെങ്കിലോ അവിടെ ആ ഭൂപ്രദേശത്തിൻ്റെ വിവിധ സവിശേഷതകളായിരിക്കും നമുക്കതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുക. ഇനി ഭൂപടങ്ങളെ അവ നിർവഹിക്കുന്ന ധർമ്മത്തിൻ്റെ അടിസ്ഥാനത്തിൽ, എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? ധർമ്മത്തിൻ്റെ അടിസ്ഥാനത്തിൽ 2ആയി തിരിക്കാം. ഏതൊക്കെ? ഭൗതിക ഭൂപടങ്ങളെന്നും, അപ്പോൾ 2ആയി തരംതിരിക്കാം. ഭൗതിക ഭൂപടങ്ങളെന്നും രാഷ്ട്രീയ ഭൂപടങ്ങളെന്നും. ഭൗതിക ഭൂപടങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഭൂപ്രകൃതി, മണ്ണ്, നദികൾ, കാലാവസ്ഥ, നൈസർഗിക സസ്യജാലങ്ങൾ തുടങ്ങിയ പ്രകൃതിദത്തമായ സവിശേഷതകൾ ചിത്രീകരിക്കുന്ന ഭൂപടങ്ങളാണ് ഭൗതിക ഭൂപടങ്ങൾ. ഇനി സാംസ്കാരിക ഭൂപടങ്ങളോ? മനുഷ്യനിർമ്മിതമായ സവിശേഷതകൾ ചിത്രീകരിക്കുന്ന ഭൂപടങ്ങളാണ് സാംസ്കാരിക ഭൂപടങ്ങൾ. അപ്പോൾ പ്രകൃതിദത്തമായ സവിശേഷതകൾ ചിത്രീകരിക്കുന്നത് ഭൗതിക ഭൂപടങ്ങളിലും മനുഷ്യനിർമ്മിത സവിശേഷതകൾ, ഉദാഹരണത്തിന്
രാജ്യങ്ങൾ, സംസ്ഥാനങ്ങൾ, ജില്ലകൾ തുടങ്ങിയ രാഷ്ട്രീയ വിഭാഗങ്ങൾ, റോഡുകൾ, റെയിൽപാതകൾ, തുറമുഖങ്ങൾ, ജനസംഖ്യാ വിതരണം തുടങ്ങിയവയൊക്കെ സാംസ്കാരിക ഭൂപടങ്ങളിലുമാണ് രേഖപ്പെടുത്തുന്നത്. അപ്പോൾ ഇവിടെ പട്ടികയിൽ കുറച്ച് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇത് ഭൗതിക ഭൂപടമാണോ രാഷ്ട്രീയ ഭൂപടമാണോ എന്ന് നോക്കാം. മഴയുടെ വിതരണം അത് പ്രകൃതിയാലുള്ളതല്ലേ, അപ്പോൾ അത് ഭൗതിക ഭൂപടത്തിൽ വരും. വനവിസ്തൃതി അതും ഭൗതിക ഭൂപടം. നെൽപ്പാടങ്ങളുടെ വിതരണം അത് മനുഷ്യനിർമ്മിതമാണ്, അപ്പോൾ സാംസ്കാരിക ഭൂപടത്തിൽ വരും. റോഡ് ശൃംഖല അതും സാംസ്കാരിക ഭൂപടത്തിൽ വരും. കാലാവസ്ഥാ ഭൂപടമോ അത് ഭൗതിക ഭൂപടത്തിൽ വരും. ഗതാഗത ഭൂപടമോ അത് സാംസ്കാരിക ഭൂപടത്തിൽ വരും. നൈസർഗിക സസ്യജാല ഭൂപടം അത് പ്രകൃതിയാലുള്ളതാണ്, അതുകൊണ്ട് തന്നെ ഭൗതിക ഭൂപടത്തിലാണ് പെടുന്നത്. ഇവിടെ ഇതാ 2 തരം ഭൂപടങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഒന്ന് ഇന്ത്യയിലെ മണ്ണിനങ്ങളുടെ വിതരണവും രണ്ടാമത്തേൽ ഇന്ത്യയുടെ നൈസർഗിക സസ്യജാലങ്ങളുടെ വിതരണത്തെക്കുറിച്ചുമുള്ള ഭൂപടമാണ്. ഇവ രണ്ടും 2 ഭൂപടങ്ങളായിട്ടല്ലേ രേഖപ്പെടുത്തി വെച്ചിട്ടുള്ളത്. ഇത് ഒറ്റൊരു ഭൂപടത്തിൽ തന്നെ ഇവ 2 രേഖപ്പെടുത്തി വെച്ചാൽ നമുക്കത് മനസ്സിലാക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടെടുക്കും. അതുകൊണ്ടാണ് ഇത്തരത്തിൽ ഓരോ സവിശേഷതകൾക്കും അവയുടെ ധർമ്മങ്ങൾക്കും അനുസരിച്ച് ഭൂപടങ്ങൾ വ്യത്യസ്ത തലക്കെട്ടുകളിൽ വിവിധ ഭൂപടങ്ങളായിട്ട് രേഖപ്പെടുത്തി വെക്കുന്നത്. അതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. 2 ഭൂപടങ്ങളിലെയും വിവരങ്ങൾ കൂടിക്കലർന്ന് നമുക്ക് ഏറെ ആശയക്കുഴപ്പമുണ്ടാക്കും. വിവരശേഖരണവും കൂടുതൽ സങ്കീർണമാക്കും. അതുകൊണ്ടാണ് പ്രധാന ഭൗമോപരിതല സവിശേഷതകൾ ഓരോന്നും പ്രത്യേക ഭൂപടങ്ങളിലായിട്ട് ചിത്രീകരിക്കുന്നത്. ഇത്തരത്തിൽ ഒരു പ്രത്യേക വിഷയം മാത്രം പ്രതിപാദിക്കുന്ന ഭൂപടങ്ങളെ നാം എന്ത് വിളിക്കും? വിഷയാധിഷ്ഠിത ഭൂപടങ്ങൾ എന്നാണ് വിളിക്കുക. വിഷയാധിഷ്ഠിത ഭൂപടങ്ങൾ എന്നാണ് വിളിക്കുന്നത്. ഇനി ഭൂപടങ്ങൾ തയ്യാറാക്കിയിരിക്കുന്ന അളവിൻ്റെ അടിസ്ഥാനത്തിൽ ഭൂപടങ്ങളെ നമുക്ക് എങ്ങനെ വർഗീകരിക്കാം എന്ന് നോക്കാം. എല്ലാ ഭൂപടങ്ങളും ഒരു നിശ്ചിത അളവ് അഥവാ നിശ്ചിത തോത് അടിസ്ഥാനമാക്കിയാണ് നിർമ്മിച്ചിരിക്കുന്നത്. എന്താണ് ഭൂപടങ്ങൾ തയ്യാറാക്കുന്നതിനായുള്ള തോത്? അതിനെക്കുറിച്ച് നമുക്ക് നോക്കാം. ഒരു അളവ് അഥവാ തോത് അടിസ്ഥാനമാക്കിയാണ് ഓരോ രൂപരേഖകളും നമ്മൾ തയ്യാറാക്കുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് ഇവിടെ ഒരു ക്ലാസ് മുറിയുടെ ചിത്രം രൂപരേഖ തയ്യാറാക്കുകയാണ്. അത് നമ്മളൊരു പേപ്പറിൽ ായിട്ടാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ ആ പ്രദേശത്തെ ഇപ്പോൾ ആ ഒരു ക്ലാസ് മുറിയെ മൊത്തത്തിൽ അതേ വലുപ്പത്തിൽ നമുക്ക് ഒരു പേപ്പറിൽ വരയ്ക്കാൻ പറ്റുമോ? ഇല്ല. അതിന് ആ ക്ലാസ് മുറിയോളം അത്രത്തോളം വിസ്തീർണമുള്ള ഒരു പേപ്പർ വേണം. അത് ഒരിക്കലും യാഥാർത്ഥ്യമല്ല. അപ്പോൾ അത്തരത്തിലൊരിക്കലും സാധ്യമല്ല. അതുകൊണ്ട് നമ്മൾ എന്താണ് ചെയ്യുന്നത്? ഒരു പേപ്പറിൽ ചെറുതാക്കിയല്ലേ വരയ്ക്കുക. അപ്പോൾ ഇപ്പോൾ ക്ലാസ് മുറിയുടെ നീളം അതിനനുസരിച്ച് ആനുപാതികമായിട്ടുള്ള ഒരളവ് നമ്മൾ ആ പേപ്പറിലേക്ക് കൊടുക്കുകയാണ്. ഉദാഹരണത്തിന് ഒരു 100 മീറ്റർ എന്നതിന് നമ്മൾ 1 സെൻറ്റിമീറ്റർ എന്ന തോതിൽ നമ്മൾ അതിൽ വരയ്ക്കുന്നു. അതിനെയാണ് നമ്മൾ തോത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ മറ്റൊരു ഉദാഹരണം കൂടി കൊടുത്തിട്ടുണ്ട്. 1 കിലോമീറ്ററിനെ 1 സെൻറ്റിമീറ്റർ എന്ന തോതിലാണ് ഭൂപടത്തിൽ രേഖപ്പെടുത്തുന്നത്. അതൊരു ഉദാഹരണമായിട്ട് ഇവിടെ കൊടുത്തിട്ടുള്ളതാണ്. ഇനി തോതിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഭൂപടങ്ങളുടെ വർഗീകരണം. ഭൂപടങ്ങളെ തോതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് 2ആയി തരംതിരിക്കാം. വലിയ തോത് ഭൂപടങ്ങളെന്നും ചെറിയ തോത് ഭൂപടങ്ങളെന്നും. ഇനി ആദ്യം വലിയ തോത് ഭൂപടങ്ങളെക്കുറിച്ച് നോക്കാം. എന്താണ് വലിയ തോത് ഭൂപടങ്ങൾ? ഒരു ചെറിയ പ്രദേശത്തെ സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ചിത്രീകരിക്കുന്നതാണ് വലിയ തോത് ഭൂപടങ്ങൾ എന്ന് പറയുന്നത്. ഉദാഹരണമായിട്ട് ധരാതലീയ ഭൂപടങ്ങൾ, വില്ലേജ് ഭൂപടങ്ങളൊക്കെ നമുക്ക് ഇതിന് ഉദാഹരണമായിട്ട് പറയാം. തോതിന് ഉദാഹരണം ചോദിച്ചാൽ 1 സെൻറ്റിമീറ്ററിന് 1/2 കിലോമീറ്റർ ആയിട്ടും 1 സെൻറ്റിമീറ്ററിന് അല്ലെങ്കിൽ 1/4 കിലോമീറ്റർ ആയിട്ടൊക്കെ നമുക്ക് ഇവിടെ രേഖപ്പെടുത്താം. ഇനി ചെറിയ തോത് ഭൂപടങ്ങൾ എന്ന് പറയുന്നതോ ഒരു പ്രദേശത്തെ സംബന്ധിച്ച കേവലമായ വിവരങ്ങൾ മാത്രം രേഖപ്പെടുത്തി വെക്കുന്നതാണ് ചെറിയ തോത് ഭൂപടങ്ങൾ. ഉദാഹരണമായിട്ട് ലോക ഭൂപടം, ഇന്ത്യ ഭൂപടം, കേരളത്തിൻ്റെ ഭൂപടങ്ങളെല്ലാം ഇതിൽ ഉൾപ്പെടും. ഇവിടെ തോത് പറയുമ്പോൾ കുറച്ച് അളവ് കൂടിയാണ് പറയുക. 1 സെൻറ്റിമീറ്ററിന് 25 കിലോമീറ്റർ, 1 സെൻറ്റിമീറ്ററിന് 10 കിലോമീറ്റർ എന്ന രീതിയിലൊക്കെയാണ് ഇവിടെ തോത് രേഖപ്പെടുത്തുന്നത്. ഇനി എന്താണ് ഭൂപട വായന എന്ന് പറയുന്നത്? എന്താണ് ഭൂപട വായന? ഭൂപടങ്ങൾ പരിശോധിച്ച് വിവരങ്ങൾ കണ്ടെത്തുന്നതിനെ അഥവാ ശേഖരിക്കുന്നതിനെയാണ് നമ്മൾ ഭൂപട വായന എന്ന് പറയുന്നത്. എന്താണ് ഭൂപട വായന? ഭൂപടങ്ങൾ പരിശോധിച്ച് വിവരങ്ങൾ കണ്ടെത്തുന്നതിനെ അഥവാ ശേഖരിക്കുന്നതിനെയാണ് ഭൂപട വായന എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഭൂപട വായനയ്ക്ക് ആവശ്യമായിട്ടുള്ള ഘടകങ്ങൾ 7ഓളം ഘടകങ്ങളെക്കുറിച്ച് ഇവിടെ പറയുന്നുണ്ട്. ഏതൊക്കെയാണ്? തലക്കെട്ട്, തോത്, ദിക്ക്, അക്ഷാംശരേഖ, രേഖാംശരേഖ, അംഗീകൃത നിറങ്ങൾ, ചിഹ്നങ്ങൾ, സൂചികകൾ. ഇത്രയും 7 കാര്യങ്ങളാണ് ഭൂപട വായനയ്ക്ക് ആവശ്യമായിട്ടുള്ള ഘടകങ്ങൾ എന്ന് പറയുന്നത്. ഇനി ഇവ ഓരോന്നും നമുക്ക് നോക്കാം. തലക്കെട്ട്. എന്താണ് തലക്കെട്ട്? ഒരു ഭൂപടത്തിൽ ചിത്രീകരിച്ചിട്ടുള്ള പ്രധാന ഭൗമോപരിതല സവിശേഷതയാണ് തലക്കെട്ട് സൂചിപ്പിക്കുന്നത്. നൽകിയിട്ടുള്ള ഭൂപടത്തിൻ്റെ തലക്കെട്ട് നോക്കൂ. കേരളത്തിൻ്റെ ഭൂപ്രകൃതി സവിശേഷതകളാണ് ഭൂപടത്തിൽ ചിത്രീകരിച്ചിട്ടുള്ളത് എന്നതാണ് കേരളം ഭൂപ്രകൃതി എന്ന തലക്കെട്ട് സൂചിപ്പിക്കുന്നത്. ഈ ഭൂപടത്തിൽ കേരളം ഭൂപ്രകൃതി എന്നാണല്ലോ ഇവിടെ തലക്കെട്ട് കൊടുത്തിട്ടുള്ളത്. അതിൽ
അപ്പോൾ നമുക്കിവിടെ മലനാട്, ഇടനാട്, തീരപ്രദേശം എന്നിങ്ങനെ കേരളത്തിൻ്റെ ഭൂപ്രകൃതിയാണ് ഈ ഭൂപടത്തിൽ സൂചിപ്പിച്ചിട്ടുള്ളത് എന്ന് നമുക്ക് ഈ തലക്കെട്ടിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ഇനി രണ്ടാമത്തേതാണ് തോത്. തോത് അടിസ്ഥാനമാക്കിയാണ് ഭൂപടങ്ങൾ നിർമ്മിക്കുന്നതെന്ന് നമുക്കറിയാം. ഭൂതലത്തിലെ രണ്ട് സ്ഥലങ്ങൾ തമ്മിലുള്ള അകലവും ഭൂപടത്തിലെ അതേ രണ്ട് സ്ഥലങ്ങൾ തമ്മിലുള്ള അകലവും തമ്മിലുള്ള അനുപാതമാണ് തോത്. ഒരു നദിയുടെയോ റോഡിൻ്റെയോ റെയിൽപാതയുടെയോ നീളം, ഒരു പ്രദേശത്തിൻ്റെ വിസ്തൃതിയോ ഒരു ഭൗമോപരിതല സവിശേഷതയുടെ വ്യാപ്തിയോ ഒക്കെ ഭൂപടം ഉപയോഗിച്ച് കൃത്യമായി കണക്കാക്കുന്നത് ഈ തോത് അടിസ്ഥാനമാക്കിയാണ്. ഭൂപടങ്ങളിലെ തോത് രേഖപ്പെടുത്താൻ പൊതുവെ 3 രീതികളാണ് ഉപയോഗിക്കുന്നത്. പ്രസ്താവനാ രീതി, ഭിന്നക രീതി, രേഖീയ രീതി എന്നിവയാണ്. പ്രസ്താവനാ രീതിയിൽ തോത് എഴുതുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഉദാഹരണമായിട്ട് ഭൂപടത്തിലെ 1 സെന്റിമീറ്റർ അകലം ഭൂതലത്തിലെ 1 കിലോമീറ്ററിനെ സൂചിപ്പിക്കുന്നു. അല്ലെങ്കിൽ 1 സെന്റിമീറ്റർ ഈക്വൽ ടു 1 കിലോമീറ്റർ. ഏതൊരാൾക്കും മനസ്സിലാകുന്ന വിധമാണ് ഇതിലെ തോത് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഭൂപടങ്ങൾ നിരീക്ഷിച്ച് പ്രസ്താവനാ രീതിയിൽ രേഖപ്പെടുത്തിയിട്ടുള്ള തോതുകൾ നമുക്ക് നോക്കാം. രണ്ടാമത്തതാണ് ഭിന്നക രീതി. ചില ഭൂപടങ്ങളിൽ RF = 1:1,00,000 എന്ന രീതിയിലൊക്കെ നമ്മൾ തോതുകൾ രേഖപ്പെടുത്തി വെച്ചിട്ടുള്ളതായിട്ട് കാണാം. ഇത്തരം തോതുകൾ രേഖപ്പെടുത്തി വെച്ചിട്ടുള്ളതിനെയാണ് നമ്മൾ ഭിന്നക രീതി എന്ന് പറയുന്നത്. ഭൂപടത്തിലെ 1 യൂണിറ്റ് ദൂരം ഭൂതലത്തിലെ 1,00,000 യൂണിറ്റുകൾക്ക് തുല്യമാണെന്ന് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നു. ഈ രീതിയിലെ അനുപാതത്തിന് മുന്നിൽ നൽകിയിട്ടുള്ള യൂണിറ്റ് ഭൂപടത്തിലെ അകലവും അനുപാതത്തിന് ശേഷം നൽകിയിട്ടുള്ള യൂണിറ്റ് ഭൂതലത്തിലെ അകലവും സൂചിപ്പിക്കുന്നു. ഇവിടെ ഭൂതലത്തിലും ഭൂപടത്തിലുമുള്ള അകലം ഒരേ ഏകകത്തിലാണ് സൂചിപ്പിച്ചിട്ടുള്ളത്. ഉദാഹരണമായി ഇവിടെ അകലം സൂചിപ്പിക്കുന്നതിനായിട്ട് സെന്റിമീറ്റർ എന്ന ഏകകം ാണ് ഉപയോഗിക്കുന്നത് എന്ന് കരുതുക. അപ്പോൾ ഈ ഭിന്നക രീതിയിലുള്ള തോത് അർത്ഥമാക്കുന്നത് ഭൂമിയിലെ 1 യൂണിറ്റ് അകലം, അതായത് 1 സെന്റിമീറ്റർ ഭൂതലത്തിലെ 1,00,000 സെന്റിമീറ്റർ അകലത്തെ സൂചിപ്പിക്കുന്നു. 1,00,000 സെന്റിമീറ്റർ 1 കിലോമീറ്റർ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ ഭൂതലത്തിലെ 1 സെന്റിമീറ്റർ ഭൂതലത്തിലെ 1,00,000 സെന്റിമീറ്റർ അഥവാ 1 കിലോമീറ്റർ എന്നാണ് അർത്ഥമാക്കുന്നത്. ഇതാണ് ഭിന്നക രീതി അഥവാ റെപ്രസെൻറ്റേറ്റീവ് ഫ്രാക്ഷൻ ഓർ RF. ഇനി രേഖീയ രീതി, ലീനിയർ സ്കെയിൽ. ഈ ചിത്രത്തിൽ നൽകിയിട്ടുള്ള രീതിയിൽ തോത് വരച്ച് രേഖപ്പെടുത്തുന്ന രീതിയാണ് നമ്മൾ രേഖീയ രീതി എന്ന് പറയുന്നത്. ഇത്രയാണ് ഈ 3 തോതുകളെ കുറിച്ച് പറയാനുള്ളത്. പ്രസ്താവനാ രീതി, ഭിന്നക രീതി, രേഖീയ രീതി നമ്മൾ 3 നോക്കി. ഇനി അടുത്തത് ദിക്കുകളാണ്. ദിക്കുകളെ പറ്റിയുള്ള ധാരണ ഏകദേശം നമുക്കുണ്ട്. ഭൂപടത്തിലെ മുകൾ ഭാഗത്ത് നോർത്ത് എന്ന് അടയാളപ്പെടുത്തിയിരിക്കുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഇത് ഭൂപടത്തിൽ ചിത്രീകരിച്ചിട്ടുള്ള പ്രദേശത്തിലെ വടക്കിനെ സൂചിപ്പിക്കുന്നു. ഭൂപടത്തിൻ്റെ സഹായത്തോടെ നാം ഒരു യാത്ര പോകുന്നു എന്ന് കരുതാം. അങ്ങനെയെങ്കിൽ ഒരു വടക്ക് നോക്കി യന്ത്രം ഉപയോഗിച്ച് വടക്ക് കണ്ടെത്തി ഭൂപടത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ള വടക്ക് നോക്കി യന്ത്രത്തിന് അനുസൃതമായിട്ട് ക്രമീകരിച്ചാൽ മാത്രമേ ദിശ തെറ്റാതെ നമുക്ക് സഞ്ചരിക്കാൻ കഴിയുള്ളൂ. ഭൂപടത്തിൽ ചിത്രീകരിച്ചിരിക്കുന്ന ഭൗമ സവിശേഷതകളുടെ സ്ഥാനം, അതിൻ്റെ കിടപ്പ്, നദിയുടെ ഒഴുക്കിൻ്റെ ദിശ എന്നിവയൊക്കെ കണ്ടെത്തി വിവരങ്ങൾ ശേഖരിക്കാൻ ഭൂപട വായനയുടെ ഭാഗമാണ് ഇതൊക്കെയെന്ന് നമുക്ക് പറയാം. ഇനി അടുത്തത് അംഗീകൃത നിറങ്ങളും അഥവാ ചിഹ്നങ്ങൾ. ഭൂപടങ്ങളിൽ മനുഷ്യനിർമ്മിതവും പ്രകൃതിദത്തവുമായ വിവിധ ഭൗമോപരിതല സവിശേഷതകൾ ചിത്രീകരിക്കുന്നുവെന്ന് നമുക്കറിയാം. ഓരോ ഭൗമോപരിതല സവിശേഷതകളും വ്യത്യസ്ത നിറങ്ങളും ചിഹ്നങ്ങളും ഉപയോഗിച്ചാണ് ചിത്രീകരിക്കുന്നതെന്ന് നമുക്ക് കണ്ടിട്ടറിയാം. ആഗോളതലത്തിൽ അംഗീകരിക്കപ്പെട്ടിട്ടുള്ള നിറങ്ങളും ചിഹ്നങ്ങളുമാണ് ഇതിനായിട്ട് ഉപയോഗിക്കുന്നത്. ഭൂപടങ്ങളിൽ ഭൂവിവരങ്ങൾ ചിത്രീകരിക്കാൻ ആഗോളതലത്തിൽ അംഗീകരിക്കപ്പെട്ട നിറങ്ങളും ചിഹ്നങ്ങളും ഉപയോഗിക്കുന്നത് എന്തുകൊണ്ടാണ്? ഏതൊരു രാജ്യത്തുള്ളവർക്കും ആശയക്കുഴപ്പമില്ലാതെ ഏതൊരു രാജ്യത്ത് നിർമ്മിച്ച ഭൂപടവും വായിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ അംഗീകൃത നിറങ്ങളും ചിഹ്നങ്ങളും ഉപയോഗിച്ചു വരുന്നത്. മനുഷ്യനിർമ്മിതവും പ്രകൃതിദത്തവുമായ ഭൂവിവരങ്ങൾ ഒരുമിച്ച് ചിത്രീകരിക്കുന്ന ഭൂപടങ്ങളിലാണ് പൊതുവെ ഇത്തരം നിറങ്ങളും ചിഹ്നങ്ങളൊക്കെ ഉപയോഗിച്ചു വരുന്നത്. അത്തരത്തിൽ ഭൂപടത്തിൽ ഉപയോഗിക്കുന്ന കുറച്ച് നിറങ്ങളും ചിഹ്നങ്ങളും അവയുടെ സവിശേഷതകളുമാണ് ഇവിടെ പട്ടികയിൽ കൊടുത്തിട്ടുള്ളത്. പച്ച നിറം നൈസർഗിക സസ്യജാലങ്ങളെ സൂചിപ്പിക്കുന്നു. മഞ്ഞ നിറം കൃഷിയിടങ്ങളെ സൂചിപ്പിക്കുന്നു. ചുവപ്പ് നിറം പാർപ്പിടങ്ങളെയും റോഡുകളെയും സൂചിപ്പിക്കുന്നു. കറുപ്പ് നിറം തീവണ്ടിപ്പാത, അക്ഷാംശ രേഖകൾ, രേഖാംശ രേഖകൾ, ടെലിഫോൺ ലൈൻ എന്നിവയെ സൂചിപ്പിക്കുന്നു. നീല ജലാശയങ്ങളെയും തവിട്ട് നിറം പാറക്കൂട്ടങ്ങളെയും മണൽക്കൂനകളെയും കുന്നുകളെയും സൂചിപ്പിക്കുന്നു. ഇനി അങ്ങോട്ട് ചിഹ്നങ്ങളാണ് കൊടുത്തിട്ടുള്ളത്. ഓരോന്നും ജസ്റ്റ് ഒന്ന് നോക്കി വയ്ക്കുക. ഈ ആദ്യം പറഞ്ഞിട്ടുള്ള നിറങ്ങളാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. പച്ച നൈസർഗിക സസ്യജാലങ്ങൾ, മഞ്ഞ കൃഷിയിടങ്ങൾ, ചുവപ്പ് പാർപ്പിടങ്ങൾ, റോഡുകൾ, കറുപ്പ് തീവണ്ടിപ്പാത, അക്ഷാംശ രേഖകൾ, രേഖാംശ രേഖകൾ, ടെലിഫോൺ ലൈന്, നീല ജലാശയങ്ങളെയും തവിട്ട് നിറം പാറക്കൂട്ടം, കുന്നുകളെ, മണൽക്കൂനകളെയും സൂചിപ്പിക്കുന്നു. വ്യത്യസ്ത നിറങ്ങളും ചിഹ്നങ്ങളും ഉപയോഗിച്ച് ഭൂവിവരങ്ങൾ ചിത്രീകരിച്ചിട്ടുള്ള ഒരു ചിത്രം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് നോക്കിയിട്ട് ഓരോ നിറവും ചിഹ്നവും എന്തിനെല്ലാം സൂചിപ്പിക്കുന്നു എന്ന് കണ്ടെത്താനാണ് കൊടുത്തിട്ടുള്ളത്. ഇനി സൂചിക. എന്താണ് സൂചിക?
ഭൂപട വായനയ്ക്ക് അനിവാര്യമായ ഒരു ഘടകമാണ് സൂചിക. ഭൂപടങ്ങളിലെ നിറങ്ങൾ, ചിഹ്നങ്ങൾ, അടയാളങ്ങൾ തുടങ്ങിയവ ഓരോന്നും എന്തിനെ സൂചിപ്പിക്കുന്നുവെന്ന് താഴെ കാണിച്ചിട്ടുണ്ടാവും. അതിനെയാണ് നമ്മൾ സൂചിക എന്ന് പറയുന്നത്. ഇവിടെ മുകളിൽ കൊടുത്തിട്ടുള്ള ഭൂപടത്തിൽ നമുക്ക് നോക്കാം. ഇതാ ഇവിടെ താഴെയായിട്ട് സൂചിക എന്ന് പറഞ്ഞ് ഒരു ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. തീരപ്രദേശം, ഇടനാട്, മലനാട് എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ഭൂപടത്തിലെ ഓരോ നിറങ്ങളും അതെന്താണെന്ന് സൂചിപ്പിക്കുന്നതും കൊടുത്തിട്ടുണ്ട്. ഇതിനെയാണ് നമ്മൾ സൂചികകൾ എന്ന് പറയുന്നത്. ഇനി അടുത്തതായിട്ട് പറയാനുള്ളത് അക്ഷാംശ രേഖകളും രേഖാംശ രേഖകളും. ഭൂമിയിലെ ഓരോ പ്രദേശത്തിൻ്റെയും ഭൗമോപരിതല സവിശേഷതകളുടെയൊക്കെ സ്ഥാനം കൃത്യമായി തിരിച്ചറിയുന്നതിനും വിവരങ്ങൾ അക്ഷാംശ രേഖാംശ രേഖകൾ അനിവാര്യമാണ്. അപ്പോൾ ഭൂമിയിലെ ഓരോ പ്രദേശത്തിൻ്റെയും ഭൗമോപരിതല സവിശേഷതകളുടെയും ഒക്കെ സ്ഥാനം കൃത്യമായി തിരിച്ചറിയാനും വിവരങ്ങൾ ശേഖരിക്കാനൊക്കെ അക്ഷാംശ രേഖകൾ അനിവാര്യമാണ്. ഭൂപടങ്ങളിൽ നിന്നും ഭൗമോപരിതല സവിശേഷതകളെക്കുറിച്ചുള്ള വിവരങ്ങൾ വായിച്ചെടുക്കുന്നത് എങ്ങനെയാണെന്ന് ഇത്രയും പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് നമുക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ട്. അവ ശേഖരിക്കാനും സൂക്ഷിച്ചു വെക്കാനും അപഗ്രഥിക്കുവാനും പ്രയോജനപ്പെടുത്തുവാനും ഇന്ന് നിരവധി നൂതന സാങ്കേതികളൊക്കെ നിലവിലുണ്ട്. ശാസ്ത്ര സാങ്കേതിക വിദ്യയിലുണ്ടായ പുരോഗതി ഭൗമോപരിതല സവിശേഷതകളുടെ വിവരശേഖരണം, വിശകലനം, അവതരണം, ചിത്രീകരണം, ഭൂപട നിർമ്മാണം തുടങ്ങിയവയിലെ അഭൂതപൂർവമായ മാറ്റങ്ങൾക്ക് വഴിയൊരുക്കി. ഇത്തരം നൂതന സാങ്കേതങ്ങൾ ഏതെല്ലാമെന്ന് നോക്കാം. എന്താണ് വിദൂര സംവേദനം? റിമോട്ട് സെൻസിങ്. ഒരു വസ്തുവിനെയോ പ്രദേശത്തെയോ പ്രതിഭാസത്തെയോ കുറിച്ചുള്ള വിവരങ്ങൾ വിദൂരതയിൽ നിന്നും സ്പർശബന്ധം കൂടാതെ ഉപകരണങ്ങളുടെ സഹായത്തോടെ ശേഖരിക്കുന്ന രീതിയെയാണ് നമ്മൾ വിദൂര സംവേദനം എന്ന് പറയുന്നത്. എന്താണ്? ഒരു വസ്തുവിനെയോ പ്രദേശത്തെയോ പ്രതിഭാസത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ വിദൂരതയിൽ നിന്നും സ്പർശബന്ധം കൂടാതെ, അത് ഇമ്പോർട്ടൻ്റ് ആണ്, സ്പർശബന്ധം കൂടാതെ ഉപകരണങ്ങളുടെ സഹായത്തോടെ ശേഖരിക്കുന്ന രീതിയാണ്, ഉപകരണങ്ങളുടെ സഹായത്തോടെയാണ് ശേഖരിക്കുന്ന രീതിയാണ് വിദൂര സംവേദനം എന്ന് പറയുന്നത്. ബലൂണുകൾ, വിമാനങ്ങൾ, കൃത്രിമ ഉപഗ്രഹങ്ങൾ എന്നിവയിലും ക്യാമറകൾ, സ്കാനറുകൾ എന്നിവ വിവരശേഖരണത്തിനായി ഉപയോഗിക്കുന്ന ഉപകരണങ്ങളാണ് എന്നിവയൊക്കെ ഘടിപ്പിച്ച് ഭൂവിവരങ്ങൾ നമുക്ക് ശേഖരിക്കാൻ കഴിയും. ഇത്തരത്തിൽ ഭൂവിവരങ്ങൾ ശേഖരിക്കാനുള്ള ഉപകരണങ്ങൾ അഥവാ സംവേദകങ്ങൾ, സെൻസേഴ്സ് ഘടിപ്പിച്ചിട്ടുള്ള പ്രതലത്തെ പ്ലാറ്റ്ഫോമുകൾ എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ വിദൂര സംവേദനം എന്താണെന്ന് പറഞ്ഞു. അതിൽ നമുക്ക് വിവരശേഖരണത്തിനായിട്ട് ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ ബലൂണ്, വിമാനം, കൃത്രിമ ഉപഗ്രഹങ്ങൾ എന്നിവയിലൊക്കെ ക്യാമറ, സ്കാനറൊക്കെ ഘടിപ്പിച്ചിട്ടാണ് നമ്മൾ ഭൂവിവരങ്ങൾ ശേഖരിക്കുക. ഇത്തരത്തിൽ ഭൂവിവരങ്ങൾ ശേഖരിക്കാനുള്ള ഉപകരണങ്ങൾ അഥവാ ഈ ഉപകരണങ്ങൾ നമ്മൾ സംവേദകങ്ങൾ എന്നാണ് പറയുക. ഇത് ഘടിപ്പിച്ചിട്ടുള്ള പ്രതലത്തെയോ പ്ലാറ്റ്ഫോം എന്നാണ് പറയുന്നത്. ഇനി ഭൂവിവരങ്ങൾ ശേഖരിക്കാൻ നാം ആശ്രയിക്കുന്ന പ്ലാറ്റ്ഫോമുകളുടെ അടിസ്ഥാനത്തിൽ, ഇപ്പോൾ പ്ലാറ്റ്ഫോം എന്താണെന്ന് പറഞ്ഞു, ഈ സംവേദകങ്ങൾ അഥവാ ശേഖരിക്കുന്ന ഭൂവിവരങ്ങൾ ശേഖരിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണങ്ങളുണ്ടല്ലോ, അത് സംവേദകങ്ങൾ, അവയെ ഘടിപ്പിച്ചിട്ടുള്ള പ്രതലത്തെയാണ് നമ്മൾ പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത്. ഈ പ്ലാറ്റ്ഫോമുകളുടെ അടിസ്ഥാനത്തിൽ വിദൂര സംവേദനത്തെ നമുക്ക് മൂന്നായി തിരിക്കാം. ഭൂതല വിദൂര സംവേദനം, ആകാശീയ വിദൂര സംവേദനം, ഉപഗ്രഹ വിദൂര സംവേദനം. ആദ്യത്തെ ഭൂതല വിദൂര സംവേദനം. ഭൂതലത്തിൽ നിന്നും ഭൗമോപരിതല സവിശേഷതകൾ ക്യാമറകൾ ഉപയോഗിച്ച് പകർത്തുന്ന രീതിയാണ് ഭൂതല വിദൂര സംവേദനം. ഭൂതലത്തിൽ നിന്നുകൊണ്ട് തന്നെ, ഇവിടെ ഈ ചിത്രത്തിലുണ്ട് ഒരാൾ താഴെ പ്രതലത്തിൽ നിന്നുകൊണ്ട് തന്നെ ഒരു മലയുടെ ഫോട്ടോ എടുക്കുന്നു. ഇത്തരത്തിലുള്ളതിനെ നമ്മൾ എന്താ പറയും? ഭൂതല വിദൂര സംവേദനം എന്ന് പറയും. ആകാശീയ വിദൂര സംവേദനം അത് ഈ ചിത്രത്തിൽ കാണുന്ന പോലെ തന്നെ വിമാനത്തിൽ ഘടിപ്പിച്ചിട്ടുള്ള ക്യാമറയുടെ സഹായത്തോടു കൂടി ആകാശത്ത് നിന്നും ഭൗമോപരിതല സവിശേഷതകളുടെ ചിത്രങ്ങൾ പകർത്തുന്ന രീതിയാണ് ആകാശീയ വിദൂര സംവേദനം എന്ന് പറയുന്നത്. മൂന്നാമത്തേത് ഉപഗ്രഹ വിദൂര സംവേദനം. അത് കൃത്രിമ ഉപഗ്രഹങ്ങളിൽ ഘടിപ്പിച്ചിട്ടുള്ള സംവേദകങ്ങൾ വഴി ഭൂവിവരങ്ങൾ ശേഖരിക്കുന്ന പ്രക്രിയയാണ് നമ്മൾ ഉപഗ്രഹ വിദൂര സംവേദനം എന്ന് പറയുന്നത്. മൂന്ന് നമുക്ക് ആ പേരിൽ നിന്ന് തന്നെ എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇനി ആധുനിക ലോകത്തെ വിദൂര സംവേദനത്തിന് അനന്ത സാധ്യതകളാണ് ഉള്ളത്. അവയിൽ ചിലതാണ് കാലാവസ്ഥാ പഠനം, കാർഷിക മേഖലയിലെ പഠനത്തിന്, പ്രകൃതി വിഭവങ്ങളുടെ ലഭ്യത മനസ്സിലാക്കുന്നതിന്, വരൾച്ച, വെള്ളപ്പൊക്കം തുടങ്ങിയ പ്രകൃതിക്ഷോഭങ്ങളുണ്ടായ പ്രദേശങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ നടത്തുന്നതിനൊക്കെ നമുക്ക് വിദൂര സംവേദനം ഉപയോഗപ്പെടുത്താൻ വേണ്ടി കഴിയും. ഇനി ഭൂവിവര വ്യവസ്ഥ അഥവാ GIS, ഭൂപട വിശകലനം, വിദൂര സംവേദനം തുടങ്ങിയ മാർഗങ്ങളിലൂടെ ഭൂമിയെക്കുറിച്ചുള്ള വിവരങ്ങൾ അഥവാ ഭൂവിവരങ്ങൾ ശേഖരിക്കുവാൻ കഴിയുമെന്ന് തിരിച്ചറിഞ്ഞല്ലോ. ഈ മാർഗങ്ങളിലൂടെ ശേഖരിക്കുന്ന വിവരങ്ങളെ വിശകലനം ചെയ്ത് നിഗമനങ്ങൾ രൂപപ്പെടുത്തുവാനും ഭൂപടങ്ങൾ, ഗ്രാഫുകൾ, പട്ടികകൾ മുതലായ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുവാനും കഴിയുന്നു. ഭൂവിവരങ്ങൾ വിശകലനം ചെയ്ത് ഇത്തരത്തിലുള്ള ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നതിനായി സോഫ്റ്റ്വെയർ അധിഷ്ഠിത കമ്പ്യൂട്ടർ സാങ്കേതിക വിദ്യ പ്രയോജനപ്പെടുത്തുന്നുണ്ട്. ഈ സാങ്കേതിക വിദ്യയാണ് നമ്മൾ GIS അഥവാ ഭൂവിവര വ്യവസ്ഥ അഥവാ ജിയോഗ്രഫിക് ഇൻഫർമേഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. ഭൂവിവര വ്യവസ്ഥയുടെ പ്രവർത്തനങ്ങൾ വിശദമാക്കുന്ന ഡയഗ്രമാണ് താഴെ കൊടുത്തിട്ടുള്ളത്. ഒരു ഉപഭോക്താവിരിക്കുന്നുണ്ട്. അവിടുന്ന് ഭൂവിവര വ്യവസ്ഥ സോഫ്റ്റ്വെയറിൻ്റെ സഹായത്തോടെ വിവരങ്ങൾ വിശകലനം ചെയ്യുന്നു.
ഇവിടെ നമുക്കൊരു ഉപഭോക്താവിനെ കാണാം. അവിടെ നിന്ന് അടുത്ത ആരോ മാർക്കിലേക്ക് നോക്കുക. ഭൂപടങ്ങൾ, ഉപഗ്രഹങ്ങൾ, ചിത്രങ്ങൾ, ആകാശീയ ചിത്രങ്ങൾ, പട്ടികകൾ, ഗ്രാഫുകൾ, സർവേ തുടങ്ങിയവയിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കും. ഇവ ഭൂവിവരവ്യവസ്ഥ സോഫ്റ്റ്വെയറുടെ സഹായത്തോടെ വിശകലനം ചെയ്യുന്നു. തുടർന്ന് ഭൂപടങ്ങൾ, ഗ്രാഫുകൾ, പട്ടികകൾ, ത്രിമാന മാതൃകകൾ എന്നീ ഉൽപ്പന്നങ്ങളാക്കിയിട്ട് മാറ്റിയെടുക്കുന്നു. അങ്ങനെ ഉപഭോക്താവിന് ഇത് പ്രയോജനപ്പെടുത്താം. ഭൂവിവരവ്യവസ്ഥ കൊണ്ടുള്ള പ്രയോജനങ്ങൾ എന്തൊക്കെയാണ്? ഭൂവിവരവ്യവസ്ഥ പ്രയോജനപ്പെടുത്തുന്ന ഏതാനും മേഖലകളാണ് താഴെ ആശയ ഭൂപടത്തിൽ കൊടുത്തിട്ടുള്ളത്. എന്തൊക്കെയാണ്? വ്യവസായം, വാണിജ്യം, വിദ്യാഭ്യാസം, വാർത്താവിനിമയം, കൃഷി, ആസൂത്രണം, ജലസേചനം, ഗതാഗതം, ടൂറിസം, വിഭവ പരിപാലനം, പ്രകൃതി ദുരന്ത നിവാരണം തുടങ്ങി നിരവധി പ്രയോജനങ്ങളാണ് GIS സാങ്കേതിക വിദ്യ കൊണ്ട് ഉള്ളത്. ഇനി അടുത്തത് ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം അഥവാ GPS ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം. ഒരു വിമാനം ആകാശത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ അതിൻ്റെ സ്ഥാനം, പറക്കുന്ന ഉയരം, ദിശ, ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേരാൻ എടുക്കുന്ന സമയം ഇതൊക്കെ കൃത്യമായി കണ്ടെത്തി തരുന്ന ഒരു സാങ്കേതിക വിദ്യയെക്കുറിച്ച് ഒന്ന് ആലോചിച്ച് നോക്കൂ. ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം എന്നാണ് ഈ സാങ്കേതിക വിദ്യ അറിയപ്പെടുന്നത്. ഭൂമിയിൽ ഒരു വസ്തുവിൻ്റെ അക്ഷാംശ രേഖാംശ സ്ഥാനം, അതിൻ്റെ ഉയരം എന്നിവ മനസ്സിലാക്കാൻ സഹായിക്കുന്ന സാങ്കേതിക വിദ്യയാണിത്. ഇനി അതൊരു ചലിക്കുന്ന വസ്തുവാണെങ്കിലോ അതിൻ്റെ സ്ഥാനം, സഞ്ചാരദിശ, സഞ്ചാര വേഗത, സമയം എന്നിവയൊക്കെ കൃത്യമായിട്ട് നിർണ്ണയിക്കാനും എന്തുകൊണ്ട് കഴിയും? GPS എന്ന് പറയുന്ന ഈ സാങ്കേതിക വിദ്യ കൊണ്ട് കഴിയും. വിമാനങ്ങൾ, കപ്പലുകൾ തുടങ്ങി മിക്ക വാഹനങ്ങളിലും GPS ഒക്കെ നമ്മൾ ഘടിപ്പിക്കാറുണ്ട്. ഒരു കൃത്രിമ ഉപഗ്രഹങ്ങളുടെ സഹായത്തോടു കൂടിയാണ് ഈ സംവിധാനം പ്രവർത്തിച്ചു വരുന്നത്. ഇത് GPS എന്ന് പറയുന്ന പ്രവർത്തനം. വിദൂര സംവേദനം, ഭൂവിവരവ്യവസ്ഥ, GPS എന്നീ നൂതന സങ്കേതങ്ങളുടെ സാധ്യതകൾ രാഷ്ട്ര നിർമ്മാണത്തിനും രാജ്യപുരോഗതിക്കുമായി പ്രയോജനപ്പെടുത്തുമ്പോഴാണ് മനുഷ്യജീവിതം കൂടുതൽ മെച്ചപ്പെടുത്താനും അർത്ഥപൂർണ്ണമാക്കുകയും ചെയ്യുന്നത്. ഇവിടെ ബോക്സിലൊരു കാര്യം കൊടുത്തിട്ടുണ്ട്. ഇന്ത്യയിൽ ISRO വികസിപ്പിച്ചെടുത്ത ഭൂപട നിർമ്മാണ സംവിധാനമാണ് ഭൂവൻ എന്ന് പറയുന്നത്. എന്താണ് ഭൂവൻ? ISRO നിർമ്മിച്ചെടുത്ത ഭൂപട നിർമ്മാണ സംവിധാനമാണ് ഭൂവൻ. GIS, വിദൂര സംവേദനം എന്നിവയുടെ പരമാവധി സാധ്യതകൾ ഉപയോഗപ്പെടുത്തിയിട്ടുള്ള ഈ സംവിധാനത്തിൻ്റെ സവിശേഷതകൾ വിവരസാങ്കേതിക വിദ്യയുടെ സഹായത്തോടു കൂടി പ്രയോജനപ്പെടുത്തി അന്വേഷിച്ചറിയാനൊക്കെ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഭൂവൻ എന്ന് പറയുന്നത് എന്താണെന്ന് ഓർത്ത് വയ്ക്കുക. ISRO നിർമ്മിച്ചെടുത്ത ഭൂപട നിർമ്മാണ സംവിധാനമാണ്. ഇതിൽ GISനെയും വിദൂര സംവിധാനത്തിൻ്റെയും ഒക്കെ പരമാവധി സാധ്യതകൾ പ്രയോജനപ്പെടുത്തിക്കൊണ്ടുള്ളതാണ്. ഇത്രയാണ് ഈ ചാപ്റ്ററിൽ പറയുന്നത്. ഒരുപാട് പോയിന്റ്സ് പറഞ്ഞിട്ടുള്ള പ്രധാനപ്പെട്ട പോയിന്റ്സ് ആണ് പറഞ്ഞതൊക്കെ. GIS എന്താണെന്ന് പറഞ്ഞു, അതിൻ്റെ പ്രയോജനങ്ങൾ പറഞ്ഞു. GPS എന്താണെന്ന് പറഞ്ഞു, അതിൻ്റെ പ്രയോജനങ്ങൾ പറഞ്ഞു. GIS എന്താണെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ നമ്മൾ പ്ലാറ്റ്ഫോമിൻ്റെ അടിസ്ഥാനത്തിൽ വിദൂര സംവേദനത്തിന് മൂന്നായി തിരിച്ചത്: ഭൂതല വിദൂര സംവേദനം, ആകാശീയ വിദൂര സംവേദനം, ഉപഗ്രഹ വിദൂര സംവേദനം എന്നിവയെക്കുറിച്ച് നമ്മൾ പറഞ്ഞു. എന്താണ് വിദൂര സംവേദനം എന്ന് പറഞ്ഞു. അതുപോലെ നമ്മൾ സൂചിക, അക്ഷാംശ രേഖാംശ സ്ഥാനങ്ങൾ, നിറങ്ങൾ, ചിഹ്നങ്ങൾ, അതുപോലെ തലക്കെട്ട് തുടങ്ങി ഭൂപടത്തിലെ ഓരോ സവിശേഷതകളെക്കുറിച്ച് നമ്മൾ പറഞ്ഞു. ഭൂപടത്തിലെ തോത് മൂന്ന് രീതിയിൽ രേഖപ്പെടുത്തുന്നത് നമ്മൾ പറഞ്ഞു. പ്രസ്താവന രീതി, ഭിന്നക രീതി, അതുപോലെ രേഖീയ രീതി. അതിനു മുമ്പ് നമ്മൾ എന്ത് പറഞ്ഞു? ഭൂപട വായനയ്ക്ക് ആവശ്യമുള്ള ഘടകങ്ങൾ ഇവയെക്കുറിച്ച് നമ്മൾ വിശദമായിട്ട് തുടർന്ന് പറഞ്ഞിട്ടുണ്ട്. തോതിൻ്റെ അടിസ്ഥാനത്തിൽ ഭൂപടങ്ങളുടെ വർഗ്ഗീകരണം, വലിയ തോത് ഭൂപടം എന്നും ചെറിയ തോത് ഭൂപടങ്ങൾ എന്നും ഇത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് മുഴുവൻ കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത്. നോട്ട് എഴുതി വായിച്ച് വീണ്ടും റിവൈസ് ചെയ്ത് പഠിക്കുക. ഇത്രയും കാര്യങ്ങളാണ് ഈ യൂണിറ്റിൽ പറയുന്നത്. പ്രധാനപ്പെട്ട പോയിന്റ്സാണ് പറഞ്ഞതൊക്കെ. നോട്ട് എഴുതി വായിച്ച് റിപ്പീറ്റ് ചെയ്ത് പഠിക്കുക.